തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ കെ-സ്മാർട്ട് എന്നുള്ള ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. വീട്ടുകാരും അടയ്ക്കാനും ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് എന്നിവ നമുക്ക് അപ്ലൈ ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് ഈ ഒരൊറ്റ ആപ്ലിക്കേഷനിൽ കൂടെ പറ്റും. പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ കയറി നടന്ന് ചെരുപ്പ് തേയോ എന്നുള്ളൊരു പേടി ഇനി വേണ്ട. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറുക. അതിനകത്ത് കെ-സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ആ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ചുള്ളൊരു ഇൻട്രോയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനകത്ത് എന്തൊക്കെ സേവനങ്ങളുണ്ടെന്നുള്ളത് ഇവിടെ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ ചെയ്യാത്ത ആളാണെങ്കിൽ ഇവിടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ നേരെ വിൻഡോയുടെ താഴേക്ക് വരിക. അവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാം. ആ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കൊരു മെസ്സേജ് വരും. ആ മെസ്സേജ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അത് നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കുന്ന സമയത്ത് ഉഡായിയുടെ സൈറ്റിൽ നിന്നും ആധാറിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എഗ്രി കൊടുത്താൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആധാർ നമ്പർ കൊടുക്കാതെ നമുക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എഗ്രി അതിൻ്റെ പ്രൊസീഡ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ആധാർ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു 6 അക്ക OTP വരുന്നു. ആ OTP ഇവിടെ ഇതിനകത്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ കൊടുക്കുക. വെരിഫിക്കേഷൻ പൂർത്തിയാകുമ്പോഴേക്കും നിങ്ങളുടെ പേര് അവിടെ എഴുതി കാണിക്കും. അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം അതിന് താഴെയുള്ള സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്ക് OTP വരും. ആ OTP എൻ്റർ OTP എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 6 അക്ക OTP നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ കൂടി അതിൻ്റെ താഴെ ചോദിക്കുന്നുണ്ട്. അവിടെ വാട്സാപ്പ് നമ്പർ കൊടുക്കുക. അതിന് തൊട്ട് താഴെയുള്ള കോളത്തിൽ നിങ്ങളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം പൂർത്തിയായതിനു ശേഷം ഏറ്റവും താഴെ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനകത്തേക്ക് കയറാൻ പറ്റും. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. നമുക്കിവിടെ ഏറ്റവും മുകളിൽ തന്നെ ഈ ആപ്ലിക്കേഷൻ ലോഗൗട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടി ലോഗൗട്ട് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷനകത്തേക്ക് കയറി നോക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി യൂസർ രജിസ്ട്രേഷൻ നടത്തിയത് കൊണ്ട് തന്നെ നമുക്കിനി ഫോൺ നമ്പർ മാത്രം കൊടുത്താൽ മതി ഈ ആപ്ലിക്കേഷനകത്തേക്ക് കയറാൻ പറ്റും. ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം സെൻഡ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഒരു 6 അക്ക OTP വരും. ആ 6 അക്ക OTP കൂടി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഏതൊക്കെ സേവനങ്ങളാണ് ഈ ആപ്ലിക്കേഷൻ വഴി ലഭ്യമാകുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം.